ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സദാചാരം പറയാൻ പോവാണ്. എൻ്റെ വീഡിയോസ് യൂഷ്വലി കാണുന്ന ആളുകൾക്കറിയാം, നമ്മൾ അങ്ങനെ വലിയ സദാചാരം പ്രസംഗിക്കുന്ന ആളുകളൊന്നുമല്ല. നമ്മൾ എന്ത് കാണുന്നു, നമുക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു, അത് മുഖം നോക്കാതെ നമ്മൾ വിളിച്ചു പറയാറുണ്ട്. അത് എൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് തന്നെ വിചാരിച്ചോളൂ. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായി ഈ സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ കിടന്ന് അതിൻ്റെ പല തലങ്ങൾ ഞാനിങ്ങനെ കുലങ്കഷിതമായി ആലോചിക്കുകയായിരുന്നു. എന്ത് പറയണം, ഇത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും. എനിവേ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും സബ് അടിച്ചാ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബും നമ്മുടെ ലൈക്ക് കമൻസ്. ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് കുറേ സദാചാര കമൻസുകൾ ഉണ്ടായിരിക്കും. എല്ലാം വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലൈക്ക് അടിച്ച് കമൻ്റ് അടിച്ച് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. കമൻറ്റ് വീഡിയോ കഴിഞ്ഞിട്ട് അതന്നെ. ഇപ്പം ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായി നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോമുകളിലും ലൈവ് ഇടുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. ഞാനും ലൈവ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ലൈവ് ഇടുമ്പോൾ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ലൈവ് ഇടാൻ വരുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കണം, എന്ത് കാണിക്കണം. അതെ, നമ്മളെപ്പോഴും പറയും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മിക്ക തോന്നിവാസങ്ങളും ആ 2-3 വാക്കുകളുടെ ഉള്ളിൽ നമ്മൾ പറയും എനിക്ക് എന്ത് ചെയ്യാനും എന്തിടാനും എന്ത് കാണിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും 1947 ആ ഒരു ഇയറിൽ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയതാണ്. അപ്പം ആ ഒരു കാര്യം സംസാരിക്കാനല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇത് ഞാൻ പല ആളുകളുടെ വീഡിയോസ് പല ദിവസങ്ങളായി കണ്ടായിരുന്നു. അതായത് പല ആളുകൾ കൊണ്ടുവന്ന് വീഡിയോയുടെ ഓരോ ഭാഗങ്ങൾ കാണിച്ചിട്ട് നോക്കൂ ആ ചേച്ചിയുടെ ലൈവ് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ആ ചേച്ചിക്ക് ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഒരു ചേച്ചി ലൈവില് വളരെ മിക്ക ചേച്ചിമാരുണ്ടല്ലോ ഒരു കുലസ്ത്രീ ലുക്കിലൊക്കെയാണ് ആദ്യം വന്നിട്ട് ലൈവ് ഇട്ട് അങ്ങോട്ട് തകർത്ത് ആ ഒരു വിഷയം നമുക്ക് കുറച്ച് കാര്യമായിട്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം. ആരും ഓടിച്ചാടി വന്ന് കമൻ്റ് ഇടാൻ വരട്ടെ. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തുമാത്രം കൺവിൻസ് ആകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതാണ് എനിക്കറിയേണ്ടത്. അപ്പം എൻ്റെ അഭിപ്രായങ്ങളോട് എന്തുമാത്രം നിങ്ങൾ യോജിക്കുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ചേച്ചിമാരെ കുറച്ചും കൂടി നമ്മളായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അവർ ഈ മുന്നോട്ട് പോകുന്ന കാരണം നമുക്ക് അസൂയാണോ, നമുക്കത് പറയാനുണ്ട്. നമ്മൾ ഈ മുത്തുമണി ചേച്ചിമാരുടെ പേര് കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം വിരലിലുണ്ടാവുന്ന ചേച്ചിമാരേ ഉള്ളൂ ഞാൻ പറയുന്ന ഈ ഒരു കാറ്റഗറിയിലുള്ളത്. അപ്പോൾ പെയ്ഡ് ലൈവും കാര്യങ്ങളൊക്കെ അത് കുറച്ചും കൂടി പ്രൈവറ്റ് സ്പേസിൽ നടക്കുന്ന കാര്യമാണ്. അത് നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റി വയ്ക്കുക, അത് നമുക്ക് പിന്നീട് പറയാം. ഇതിപ്പോൾ നമ്മുടെ യൂട്യൂബിലെ മെയിൻ ലൈവ് കേട്ടോ. കുറച്ച് ചേച്ചിമാര് സ്പെഷ്യലി നമ്മൾ കാണാറുള്ളത് ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ ലൈവ്. ഞാനൊന്ന് വാച്ച് ചെയ്തു, ഇത് വാച്ച് ചെയ്യാതെ ഇത് ഒന്നിവിടെ പറയാൻ പറ്റുമോ, എന്തുകൊണ്ടാണ് ഈ ചേച്ചിമാരുടെ ലൈവിൽ ഇത്രമാത്രം അണ്ണന്മാരും അണ്ണികളും വന്ന് നിൽക്കണം. ചേട്ടന്മാർ മാത്രമൊന്നുമല്ല കേട്ടോ. അപ്പം ഞാനൊക്കെ വാച്ച് ചെയ്തെന്ന് പറയുമ്പോൾ ചേച്ചിമാരുണ്ട്. അപ്പം നമുക്കറിയണമല്ലോ ചേച്ചിമാരവിടെ എന്ത് സദ്യയാണ് എല്ലാവർക്കും വേണ്ടി വിളമ്പുന്നത്. അപ്പോൾ ചില ലൈവൊക്കെ ഞാൻ വാച്ച് ചെയ്യുമ്പോൾ ഇതിന് കുറേ സ്പെഷ്യാലിറ്റികളുണ്ട്. ആ സ്പെഷ്യാലിറ്റികളാണ് നമ്മൾ പറയുന്നത്. മിക്ക ചേച്ചിമാരും സാരി ഇടുകണം. സാരി ഇമ്പോസിബിൾ. സാരി എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും പറയണ്ട, പൊളി ലുക്ക് തന്നെയാണ്. അതാണ് ഇതിലെ ഹൈലൈറ്റ്. അപ്പം നിങ്ങൾക്കും സാരി എടുത്തു വന്ന് ലൈവ് ചെയ്യുന്നവരെ കുറ്റം പറയാൻ വേണ്ടി ഇവൾക്ക് വേറെ ഒരു പണിയില്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നും. ഇരിക്കട്ടെ. ഇപ്പം സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം ഇത് അവരെ പ്രൊമോട്ട് ചെയ്ത് ഇനിയും ഇതുപോലെ ലൈവ് ഇടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു ടിപ്സ് ഒക്കെ ആയിക്കോട്ടെ. നമ്മൾ കണ്ടത് നമ്മൾക്ക് സ്നേഹമുള്ള കാരണം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ഓക്കെ, അപ്പം ആ സാരി ഉടുക്കുന്ന രീതികളൊക്കെ നമ്മൾ പറയും. അതിനാണ് നെക്സ്റ്റ് ഹൈലൈറ്റ്. ഈ സാരി ഉടുത്ത് വരും മാത്രമല്ല, അവർ ചെയ്യുന്ന ഒരു ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ലൈവ്. ഈ 2 മണിക്കൂർ ലൈവിലും നിന്നുകൊണ്ട് ലൈവ് ചെയ്യുന്ന എന്നെ കൊണ്ടൊന്നും കഴിയില്ല കേട്ടോ. ഈ 2 മണിക്കൂർ കണ്ടിന്യൂസ് നിന്നിട്ട് ചെയ്യാ ഈ ലൈവ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിന്നുകൊണ്ട് സാരിയൊക്കെ ഉടുത്ത് പലതൊക്കെ കാണിച്ചുകൊണ്ട് ലൈവ് ചെയ്യുന്ന ചേച്ചിമാരുടെ ഈ വിഷമം ഒന്ന് മനസ്സിലാക്കിപ്പോ. എന്തിനാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള ആ സീക്രട്ട്? ആദ്യം എനിക്ക് തോന്നി ഇനി ഇവർക്ക് വല്ലവർക്കും ഹെമറോയിഡ്സിന്റെ വല്ല അസുഖമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഇവർക്ക് ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ ചെയറില്ലാത്തത് കൊണ്ട് എങ്ങാനും നിൽക്കണമെന്ന്. അതൊന്നല്ല. ചില ചേച്ചിമാര് കുറച്ചു നേരം ഇങ്ങനെ നിൽക്കും, അത് കഴിഞ്ഞ് ബാക്കിലോട്ട് തിരിയും. എന്തിനാണ് ചേച്ചിമാര് തിരിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഐഡിയ. അപ്പോൾ
നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്ട് തന്നെ കാര്യങ്ങളും മനസ്സിലായില്ലേ? ചില ചേച്ചിമാര് ലൈവ് എന്ന് പറയുന്ന പേരില് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് വന്ന് നിന്ന് കാണിക്കുന്ന ആഭാസത്തരങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് സദാചാരം പറയാൻ പോവാണെന്ന്. അതെ, ഇതിനെ ആഭാസത്തരം എന്ന് തന്നെ പറയണം. ഇപ്പൊ ചില ആളുകൾ പറയും, നിങ്ങൾ കാണാൻ പോയിട്ടില്ല, നിങ്ങൾ എന്തിനാ കാണാൻ പോയത്? അല്ലെങ്കിൽ ഇപ്പൊ ചില ആളുകൾ കൺസേൺ ആയി പറയും, ഇതൊക്കെ കുട്ടികൾ കാണത്തില്ലേ എന്ന് പറയും. ഞാൻ അങ്ങനെ ഒന്നും പറയത്തില്ല. കാരണം നമ്മൾ അത് പറഞ്ഞാൽ ഇപ്പൊ പറയും, നിങ്ങളുടെ കുട്ടികൾ എന്ത് കാണുന്നുവെന്ന് സൂക്ഷ്മമായി വീക്ഷിച്ച് അവർക്ക് മൊബൈൽ കൊടുക്കാതിരിക്കേണ്ടത് പേരൻസിന്റെ ഉത്തരവാദിത്തമല്ല. ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ സദാചാരവാദികൾ ഈ കമന്റ് ബോക്സിൽ ഇപ്പം തിരക്കും. എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. എനിക്കിപ്പോ ഇവര് എന്ത് കാണിച്ചാലും തുണി അഴിച്ചിട്ട് തുള്ളേ. പക്ഷെ ഇവരോട് എനിക്ക് പറയാനുള്ളത്, കാരണം ഇവരുടെ ലൈവിലൊക്കെ നമ്മൾ ഒരു ലൈവ് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ 1 മില്യൺ എന്നുള്ളത് 2 മില്യൺ 3 മില്യൺ കംപ്ലീറ്റ് അങ്ങോട്ട് അയച്ചിട്ട് തുള്ളു ചേച്ചിമാരെ. കാരണം അവരത് ചെയ്യില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അപ്പൊ തന്നെ ഇവരുടെ ചാനല് ടെർമിനേറ്റ് ചെയ്യും. നിങ്ങൾ ഇവിടെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിലോ ആ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മൾ അവർക്ക് നന്ദി പറയണം. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചില്ലായിരുന്നെങ്കിൽ ഈ ചേച്ചിമാര് ഒരേ സൈഡിൽ നിന്ന് കംപ്ലീറ്റ്ലി അഴിച്ച് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു പ്രദർശനം. കാരണം ചില ആളുകളുടെ ലൈവുകളൊക്കെ നമ്മൾ ഒരു 1-2 മാസങ്ങൾ മുമ്പ് തുടങ്ങിയുള്ള അവരുടെ ലൈവുകൾ നോക്കിയിട്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ പ്രോഗ്രഷനാണ്. പ്രോഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം സാരി എടുത്ത് വരുന്നു, പിന്നെ സാരി ഒരാവശ്യമില്ലാതെ ചേച്ചിക്ക് ആ സാരി ആ പ്ലീറ്റ് ഒന്ന് മര്യാദക്ക് ഇട്ട് കഴിഞ്ഞാൽ മര്യാദക്ക് നിൽക്കാം, അത് പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇരുന്ന് കഴിഞ്ഞാ അവരെന്തുകൊണ്ട് നിൽക്കുന്നു? എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ പറയും ആ ചേച്ചിക്കുള്ളത് കൊണ്ട് കാണിക്കുന്നു, നിനക്ക് അസൂയ എന്തു പറഞ്ഞാലും എനിക്കത് കണ്ടപ്പോ ഭയങ്കര അരോചകം, അല്ലെങ്കിൽ നമുക്ക് പറയാമെന്ന് വളരെ വൃത്തികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഇതിലും തരം താഴാൻ കഴിയില്ല. അത്രയ്ക്കും മോശമാണ്. ഈവൻ അതിൽ വരുന്ന കമന്റ്സുകൾ നമ്മൾ ശ്രദ്ധിക്കുവാണ്, കമന്റുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവരെ വന്ന് പറയുന്ന നമ്മൾ പറയത്തില്ലേ, ഇനിയും ഒരു വ്യക്തിനെ ഇതിലും തരം താഴ്ത്തി അല്ലെങ്കിൽ ഇതിലും മോശമായ ഒരു വ്യക്തിയോട് ഒരാൾക്ക് കമന്റ് ഇടാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. ആ കമന്റുകളൊക്കെ പർപ്പസ്ഫുള്ളി, അതായത് അവർ വായിക്കത്തില്ല. അവരെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ, തിമിരം ബാധിച്ച കണ്ണുകളൊന്നുമല്ല, അവർക്ക് നന്നായി കാണാം. പർപ്പസ്ഫുള്ളി ആ കമന്റുകളൊക്കെ അവോയ്ഡ് ചെയ്തു പോകുന്നു. എന്തുകൊണ്ട് ഇവരുടെയൊക്കെ കമന്റ് ബോക്സിൽ ഇതുപോലെ ആളുകള് നിരന്നിരുന്ന് ഇതുപോലെ കമന്റ് ഇടുന്നു? കാരണം എന്താണെന്നറിയോ? റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരം കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് തെണ്ടിത്തരം തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു നാണവും മാനമില്ലാത്ത കുറെ എണ്ണം വളരെ മോശമായിട്ട് തോന്നുന്നു. ഇപ്പൊ അടുത്തായിട്ട് അതൊരു ട്രെൻഡായി മാറിയേക്കാണ്. നമുക്കറിയാം മറ്റു പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലുള്ള വ്യക്തികളൊക്കെ വന്ന് ലൈവ് ഇടാറുണ്ട്. അവര് മേ ബി എന്താ പറയുക സ്ലീവ്ലെസ് ഡ്രസ്സുകൾ വന്നിടുന്നു, ചെറിയ ഷോർട്സ് ഒക്കെ വന്നിടുന്നു. നമുക്ക് അതിലൊരു വൃത്തികേട് തോന്നുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വൃത്തികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി പോലുള്ള വളരെ മനോഹരമായ ഒരു വസ്ത്രം അതിനെ ഇത്രയ്ക്കും മോശമായി ഒരു ബ്ലൗസ് ഇട്ട് അല്ലെങ്കിൽ അത് ഉടുക്കേണ്ട രീതിയിൽ ഉടുക്കാതെ എന്തൊക്കെയോ കാണിച്ച്, അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മറ്റുള്ള ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കാതെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് തുറന്നിട്ട് ലൈവ് ചെയ്യേ. ശരിക്കും വിഷമം തോന്നുന്നത് അല്ലെങ്കിൽ നമുക്കൊക്കെ വളരെയധികം നിരാശ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്ക സ്ത്രീകളും കുടുംബമായി താമസിക്കുന്നതാണ്. കാരണം ചില ആളുകൾ ലൈവ് ചെയ്യുന്നത് സ്വന്തം കിച്ചണിൽ നിന്ന് കിച്ചണിൽ എന്തിനു നിൽക്കുന്നു എന്ന് നിങ്ങൾ തോന്നും, കിച്ചണിലെ വർക്കൊക്കെ ചെയ്തിട്ട്. ഒരിക്കലും അല്ല. ഞാൻ ഒരു ചേച്ചിയുടെ ലൈവ് കണ്ടതാ, ചേച്ചിയോ അനിത്യോ അമ്മായിയോ ആരെങ്കിലും ആവട്ടെ, അവരുടെ ലൈവ് കണ്ടതാണ്. ചുമ്മാ കിച്ചണിൽ നിൽക്കുന്നു, ഒരു ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു. എന്നാൽ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവരൊന്ന് പുറകു തിരിയും, അപ്പൊ അവരുടെ ബാക്ക് ആളുകൾ കാണുന്നു, ഫ്രണ്ട് തിരിയും. എന്താണ് ഈ സ്ത്രീ ഉദ്ദേശിക്കുന്നത്? അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുടുംബാംഗങ്ങൾ. ഇപ്പൊ ചില ആളുകൾ വന്ന് പറയാൻ പോകുന്ന കാര്യം അവരുടെ സാമ്പത്തിക പരാതി. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂലിപ്പണിക്ക് പോക്കൂടെ, അല്ലെങ്കിൽ തെണ്ടാൻ പോവോ? കാരണം അവരൊക്കെ എത്രയോ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. കാരണം അതൊക്കെ അവരുടെ ഒരു അവസ്ഥ കൊണ്ട്. കൂലിപ്പണിക്ക് എന്ത് അന്തസ്സുണ്ട്? അല്ലെങ്കിൽ ബെഗ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ വക വൃത്തികേടുകൾ കാണിച്ച് പൈസ ഉണ്ടാക്കി സ്വന്തം കുടുംബാംഗങ്ങളെ, അതിനിപ്പോ എന്തിന്റെ പേരിലാണെങ്കിലും എത്ര കഷ്ടപ്പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നൊന്നും ഉണ്ടാക്കുന്ന പൈസയൊന്നും നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കോ അതൊന്നും ഒരിക്കലും
ഫ്യൂച്ചറിലുണ്ടല്ലോ ഇപ്പൊ മേ ബി നിങ്ങൾക്ക് ഭയങ്കര റീച്ചൊക്കെ കിട്ടി കുറെ ആളുകൾ തള്ളിക്കേറി നിങ്ങളുടെ ലൈവിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഈ ലൈവിൽ വന്ന് നിൽക്കുന്ന ആളുകളെയും സെയിം കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. എനിക്കറിയത്തില്ല, കുറച്ചു നേരം എനിക്കിതൊക്കെ കാണുമ്പോൾ കോമഡി ഷോ പോലെയാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു വ്യക്തി അവിടെ നിന്നുകൊണ്ട് അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ പൊന്നു ചേച്ചി ചെയറില്ലാതെങ്കിൽ നമുക്ക് ചെയർ മേടിച്ചു കൊടുക്കാം, ഒന്ന് ഇരിക്കുക. പക്ഷെ ചേച്ചിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എണീറ്റ് നിൽക്കണം. എനിക്ക് സത്യം പറഞ്ഞ ചിരി വരുന്നുണ്ട്. എന്താണ് ചേച്ചി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആളുകള് നമ്മുടെ നാട്ടില് കുറെ ഞരമ്പ് രോഗികള് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകൾ, പക്ഷെ അവരെക്കാളും കൂടുതൽ ഇത് വന്ന് ഇതുപോലെ പ്രദർശിപ്പിക്കുന്ന ഇതുപോലെയുള്ള സാധനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബാംഗങ്ങൾ. ചില ആളുകൾ ഞാൻ കണ്ടതാണ് സ്വന്തം അമ്മ കിച്ചണിലുള്ളപ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഹസ്ബൻഡ് അടുത്ത് നിൽക്കുമ്പോൾ എന്നിട്ടാണ് ഈ കിടന്ന് കോപ്രാട്ടിത്തരങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ആദ്യം തല്ലു കൊടുക്കേണ്ടത് അവർക്കാണ്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങളും പറയാനുണ്ട്. ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരാളും സദാചാരം പറഞ്ഞോട്ട് ഇങ്ങോട്ട് വരണ്ട. എനിക്ക് ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ നീണ്ടു പോകുമേ. ഇതിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കാര്യങ്ങളും പറയാനുണ്ട്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല വ്യക്തികളും കുട്ടികൾ തുടങ്ങി മുതിർന്ന ആളുകൾ വരെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എല്ലാ സൈറ്റിനും നോട്ട് ഇൻട്രസ്റ്റഡ് എന്നോ അല്ല ഡോണ്ട് റെക്കമെൻഡ് എന്നോ അങ്ങനെ അടിച്ചടിച്ച് പോകാൻ പറ്റില്ല. കാരണം ഒരു ഈവനിങ് ആയ ഇപ്പൊ ഒരുവിധം എല്ലാ സൈറ്റ്മാരും ഇതൊരു ട്രെൻഡായി എടുത്തേക്കാണ്. അറ്റ് ദ സെയിം ടൈം യൂട്യൂബിൽ വളരെ അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും വളരെ വൃത്തിയായി അന്തസ്സോടുകൂടി ലൈവ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ പേരിന് പോലും മോശം വരുത്താൻ വേണ്ടി ഈ വക കെട്ടി എഴുന്നള്ളി നിൽക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് നമ്മൾ പ്രതികരിച്ചു പോകും. നമ്മൾ പറയണ്ട ആരെങ്കിലും എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എത്രമാത്രം അവോയ്ഡ് ചെയ്താലും ഈ ഒരു ട്രെൻഡ് അങ്ങ് കയറി വരുവാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ യൂട്യൂബ് ചാനൽസും റിയാക്ട് ചെയ്യണം ഈ വക നെറികേടുകൾക്കെതിരെ, ഈ വക വൃത്തികേടുകൾക്കെതിരെ. അല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടല്ലോ മുന്നോട്ട് വന്ന് കംപ്ലീറ്റ് അഴിച്ചിട്ട് അങ്ങോട്ട് നിന്ന് തുള്ളട്ടെ. അല്ലാണ്ട് പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക? അപ്പൊ അറ്റ്ലീസ്റ്റ് ഷോ കാണാനിരിക്കുന്ന ആളുകൾക്ക് ഈ എന്തെങ്കിലും 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ചേച്ചി വന്നുകൊണ്ട് ഈ സാരിയെ മാത്രം പിടിച്ച് വലിച്ച് തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ എന്ത് കാണാനാ ചേച്ചി? അവിടെ കംപ്ലീറ്റ് അയച്ചിട്ട് അങ്ങോട്ട് തുള്ളു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സ്, ഇതിൽ ചില വാക്കുകളൊക്കെ കടുത്തു പോയിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ പറയണം. അങ്ങനെ തന്നെ പറഞ്ഞേ നമ്മൾ പോകത്തുള്ളൂ. അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ ഓടി വരും. മറക്കണ്ട, ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റുകൾ മറക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയുമായി തിരിച്ചു വരും. എല്ലാവർക്കും ടാറ്റാ ബൈ.